ഡോക്ടർ അനീസ് അലീസ് മൈൻഡ് വെൽനസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശിവാനി. ഡോക്ടർ ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ കുട്ടികളിലേക്ക് എത്തുകയാണെങ്കിൽ, കുട്ടികളൊക്കെ ഇപ്പോൾ കലോത്സവങ്ങളിൽ തിരക്കായിട്ട് ഇരിക്കുന്ന ഒരു സമയമാണ്. കലോത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്നും ഒരു ലഹരിയാണ്. ഏത് പ്രായത്തിലുള്ള ആളുകളും പോയി എൻജോയ് ചെയ്ത് പ്രോഗ്രാംസ് ഒക്കെ കാണുന്ന ഒരു വേദിയാണ് കലോത്സവ വേദി. പക്ഷേ കലോത്സവങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ ഒരു കലഹമെങ്കിലും കാണാത്ത വേദികൾ വളരെ ചുരുക്കമാണ്. അല്ലെങ്കിൽ കുട്ടികളുടെ കരച്ചിൽ കാണാത്ത, അവര് ഹാർട്ട് ബ്രോക്കൺ ആയിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വേദികൾ ഇപ്പോൾ ഒരു നിരന്തര കാഴ്ചയാണ്. അപ്പോൾ ടീച്ചേഴ്സിൽ നിന്നാണെങ്കിലും ആ ഒരു പ്രഷർ കുട്ടികളിലേക്ക് എത്തുന്നുണ്ട്. ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടില്ലേ, ക്വാളിഫൈഡ് ആവില്ലേ എന്നൊരു ടെൻഷൻ കുട്ടികളുടെ ഉള്ളിലും ഉണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് കലോത്സവമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു മെന്റൽ പ്രഷർ, മെന്റൽ സ്ട്രെസ്, അതിനെക്കുറിച്ച് ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഈ കലോത്സവ ലഹരിയാണ് ഇപ്പോൾ പത്രങ്ങൾ മുഴുവൻ കലോത്സവത്തിന്റെ പല ഏരിയാസ് വൈസും ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടൊക്കെ നടക്കുന്നതാണ്. അതിൽ ഈ കോമ്പറ്റീഷൻ ഭയങ്കര കൂടുതലായിരിക്കുകയാണ്. അപ്പം അതിൽ എസ്പെഷ്യലി ഈ പാരൻസിനും കുട്ടിക്കും അതുപോലെ ടീച്ചേഴ്സിനും എല്ലാവർക്കും പ്രഷറുണ്ട് സ്വാഭാവികമായിട്ടും. ഒരു സ്കൂളിനെ സംബന്ധിച്ചിട്ട് ആ സ്കൂളിൻ്റെ ഹെഡ് നിലയ്ക്ക് പ്രിൻസിപ്പലിനും മറ്റൊന്നും ആ സ്കൂളിൻ്റെ ലെവൽ ഫസ്റ്റ് ലെവലിലോ സെക്കൻഡ് ലെവലിലോ പോയിക്കൊണ്ടിരിക്കുന്നത് മെയിൻറ്റെയിൻ ചെയ്യണമെന്നായിരിക്കും അവർക്ക് താല്പര്യം. അപ്പോൾ അതിൻ്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ അതിന് വേണ്ടിയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും, അതിന് ഫോക്കസ് ചെയ്യും. അതിന് ഇൻസിസ്റ്റ് ചെയ്തുള്ള ടീച്ചേഴ്സിന് അവർക്ക് ചില പ്രഷർ ഉണ്ടാവും. അവരായിരിക്കും അതിൻ്റെ കോർഡിനേറ്റേഴ്സ്, കൺവീനേഴ്സൊക്കെ. അവർ മാക്സിമം അവരായിരിക്കും അതിനെ മോണിറ്റർ ചെയ്യുന്നതും അല്ല ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് അത് നിലനിർത്തിയില്ലെങ്കിൽ അവരെ കരിയറിനും ബാധിക്കുന്നുള്ളതുകൊണ്ട് അവരുടേതായ പ്രഷർ അവർക്കുണ്ട്. കുട്ടികൾക്ക് ഡെഫിനറ്റ്ലി കുട്ടികളാണ് പെർഫോം ചെയ്യേണ്ടത്. ആ പെർഫോം ചെയ്യുമ്പോൾ വേണ്ട പോലെ ആവോ ഇല്ലയേ എന്നുള്ള ഏതൊരാൾക്കും ഉണ്ടാവും. നമുക്കിപ്പോൾ എത്ര എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെങ്കിലും നമുക്കൊരു വേദിയിലേക്ക് വരുമ്പോൾ ഒക്കെ നിങ്ങളൊക്കെ പല പരിപാടികളും ഓർഗനൈസ് ചെയ്യുന്ന, ആങ്കർ ചെയ്യുന്ന ഒക്കെ ആളാണ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയിട്ട് നിങ്ങളൊരു മെൻ്റലി പ്രിപ്പയർഡ് ആവാതെ അവിടെ വരുമ്പോൾ എത്രയൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിലും ചെറിയ തോതിലൊരു ആൻസൈറ്റി ഒക്കെ ആരിലും ഉണ്ടാവും. അത് ഉണ്ടാവണം എന്നാണ് നമ്മൾ പറയുക. ഇപ്പോൾ എക്സാം ആണെങ്കിൽ പോലും നമുക്ക് ചെറിയൊരു ആൻസൈറ്റി ഒക്കെ വേണം തന്നെയാണ് നമ്മൾ പറയാം. അപ്പോൾ അതുപോലെ അവർക്കുണ്ട്. പാരൻസിന് തൻ്റെ കുട്ടികൾ എന്തായാലും ഉയർച്ചയിലേക്ക് വരണം, നല്ല പൊസിഷനിൽ വരണം എന്ന് ആഗ്രഹിക്കാത്ത പാരൻസ് ഉണ്ടാവില്ല. അപ്പോൾ അവർക്കും തന്നെ ആ ആഗ്രഹങ്ങൾ മനസ്സിൽ കടന്നുകൂടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ പ്രഷറുകളും എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അത് എങ്ങനെ ആ പ്രഷർ വരുമ്പോൾ മാനേജ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. എസ്പെഷ്യലി ഇതിൽ വലിയൊരു റോള് ടീച്ചേഴ്സിനാണ്. ഇപ്പോൾ ടീച്ചേഴ്സാണ് ഇവരെ ട്രെയിൻ ചെയ്തെടുക്കുന്നത്, ഇവരെ കൊണ്ടുപോകുന്നത്, കോർഡിനേറ്റ് ചെയ്യണത്. അപ്പോൾ എല്ലാം മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുപോയാൽ ചില കപ്പാസിറ്റി ഉള്ള കുട്ടികളെ, അത് ടാലൻസ് ഉള്ള കുട്ടികളെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവരെ ട്രെയിൻ ചെയ്തെടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ മുൻപന്തിയിലേക്ക് വരും. പക്ഷെ അത് ഒറ്റയടിക്ക് വന്നോളണമെന്നില്ല, ഗ്രാജുവലി. ഇപ്പം നിങ്ങൾ ടാലൻസ് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു പ്ലാറ്റ്ഫോം കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ നന്നായി പെർഫോം ചെയ്യും. ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് അത് പ്ലാറ്റ്ഫോം കിട്ടാത്തതുകൊണ്ടായിരിക്കും നിങ്ങൾ ഫ്ലറിഷ് ചെയ്യാതിരിക്കുന്നത്. അങ്ങനെ പല കുട്ടികളും ഉണ്ടല്ലോ ഇഷ്ടം പോലെ. അപ്പോൾ അത് നല്ല രീതിയിലെടുത്ത് നോക്കണം. ഇപ്പം ഞാൻ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്, ഇപ്പോൾ ഒരു സ്ട്രീറ്റിലൊക്കെ പാടിയിരുന്ന ഒരു സ്ത്രീ, സ്ത്രീയുടെ പേര് ഞാൻ മറന്നുപോയി, ഒരു സ്ത്രീ ഒരു ഫിലിമിലൊക്കെ പാടി ഭയങ്കര ഫേമസ് ആയ ഒരു പാട്ടൊക്കെ പാടി, അതൊരു നോർത്ത് ഇന്ത്യൻ ലേഡി, ആ ഹിറ്റ് പാട്ടൊക്കെ ആയി. അപ്പം അതുപോലെ ചില കപ്പാസിറ്റി ഉള്ള ആളുകൾ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അവർക്ക് അതിനൊരു പ്ലാറ്റ്ഫോം കിട്ടാത്തതുകൊണ്ടായിരിക്കും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാതെ പോയത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ടീച്ചേഴ്സ് ട്രെയിനിങ് BEd പ്രോഗ്രാമിലൊക്കെ ഒരു സബ്ജക്റ്റ് തന്നെയുണ്ട്, സൈക്കോളജി ഉണ്ട്, ഹൗ ടു ടാക്കിൾ ചിൽഡ്രൻസിനെ ഏറ്റവും ഹാൻഡിൽ ചെയ്യേണ്ട രീതികളൊക്കെ. അപ്പോൾ അതനുസരിച്ച് അവർക്ക് കൂടുതൽ പ്രഷർ കൊടുക്കരുത്. ഇപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഫിസിക്കലി പ്രോബ്ലംസ് ഉണ്ടാകുന്ന ആളുകൾ ധാരാളം ഉണ്ടാവും. ഇപ്പോൾ ഞാൻ വളരെയധികം ട്രെയിൻഡ് ആണ്, ഇന്നൊക്കെ റിഹേഴ്സൽ നടത്തി നാളെയാണ് എൻ്റെ ഇവൻ്റ് എങ്കിൽ ആ സമയത്ത് എനിക്കിപ്പോൾ എന്തെങ്കിലും ഒരു അബ്നോർമൽ കണ്ടീഷൻസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, ഒരു പെയിനോ എന്തെങ്കിലും സഹിക്കാൻ വയ്യാതെ, അല്ലെങ്കിൽ ഫീവർ അല്ലെങ്കിൽ കോൾഡ് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മാക്സിമം ശ്രമിക്കും. അത്തരം തണുത്തതും മറ്റൊന്നും കഴിക്കാതിരിക്കാനൊക്കെ നമ്മളെല്ലാവരും പറയും. എങ്കിൽ പോലും ചിലപ്പോൾ ചില ഡിസ്കംഫർട്ടൊക്കെ വന്നേക്കാം. അത് വരുമ്പോൾ ഒരിക്കലും പർപ്പസ്ഫുള്ളി അല്ല. അപ്പോൾ നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്യാൻ, നമ്മളത് ഡിമോട്ടിവേറ്റ് ചെയ്യാതെ ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ ടീച്ചേഴ്സിന് പഠിക്കണം. പലപ്പോഴും പല വേദിയിലൊക്കെ ചില ഇൻസിഡൻസ് ഒക്കെ കേൾക്കുമ്പോൾ അവർ പ്രീ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതങ്ങാതെ മൂഡ് ഓഫ് ആവും. അപ്പോൾ ഈ ടീച്ചേഴ്സിന്റെ മൂഡ് ഓഫ് ആയി കഴിഞ്ഞാൽ നമുക്ക് റോൾ മോഡലായിട്ട് ഇരിക്കേണ്ട ആളുകളുടെ മൂഡ് ഓഫ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മളായിരിക്കും കുട്ടികളെ സ്ഥിതി എന്തായിരിക്കും. കുട്ടികൾ എത്ര ഏജിന് താഴെയുള്ളവരാണ്, അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് അത്രയേ ഉള്ളൂ. അവർക്ക് അങ്ങനെ വൈഡായിട്ട് ചിന്തിക്കാനൊന്നും ചിലപ്പോൾ കഴിഞ്ഞോണമെന്നില്ല. അപ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു ഇതാവരുത്. ചിലപ്പോൾ ഒരു സിറ്റുവേഷൻസിൽ ചിലപ്പോൾ ഒരു ഫീവറോ മറ്റോ വന്നിട്ട് സ്റ്റേജിൽ കയറാൻ പറ്റാതെ അല്ലെങ്കിൽ വേണ്ടത്ര പെർഫോം ചെയ്യാതെ വരികയോ അതിനെ കുട്ടീനെ എൻകറേജ് ചെയ്യണം, സപ്പോർട്ടായി കൊടുക്കണം. എസ്പെഷ്യലി ഡാൻസിലും മറ്റിലൊക്കെ, ഈ ക്ലാസിക്കൽ ഡാൻസിലും മറ്റിലൊക്കെ ട്രെയിൻ ചെയ്ത് വരുന്നവർക്കൊക്കെ പലരും പറയാറുണ്ട്, വളരെ ചില മുഹൂർത്തങ്ങളൊക്കെ നോക്കിയിട്ട് അവർ കയറുന്നേ ഉള്ളൂ.
കാരണം അവരുടെ ഗുരുനാഥൻ്റെയും ഒക്കെ കിട്ടിയിട്ട് എന്താ പറയുക അവരുടെ ആശീർവാദമൊക്കെ കിട്ടിയതിന് ശേഷം കയറണുള്ളൂ. അപ്പോൾ അതൊക്കെ ഒരു ബാഡ് മാർക്കായിട്ടാണ് അവർ ചിന്തിക്കുക. അവരെ ലൈഫിൽ തന്നെ അത് ചിലപ്പോൾ എന്നും ഒരു വ്രണമായിട്ട് കിടക്കും. അപ്പോൾ അങ്ങനെ ഓൾറെഡി അവിടെ ഒരു വ്രണമുണ്ട്, അതിനെ നമ്മൾ മൈൽഡാക്കാനാണ് നമ്മൾ ശ്രമിക്കണം. അതൊന്നും പ്രശ്നമില്ലടോ, ശരിയായിക്കോളും, നിനക്ക് അടുത്തതിൽ റിക്കവർ ചെയ്ത് വരാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞിട്ട് വരുന്നതിന് പകരം നമ്മൾ ഒരു പ്രീ കാൽക്കുലേഷൻ ഉപയോഗിച്ച് അവരെ ഒരു ഫേഷ്യൽ എക്സ്പ്രഷനൊക്കെ മാറ്റി കാണിക്കുമ്പോൾ ആ കുട്ടികൾ ഓൾറെഡി ഡൗൺ ആയിട്ട് കിടക്കുകയാണ്, അവരെ വീണ്ടും താഴ്ത്തി കാണിച്ചായിട്ട്. ഇപ്പം തന്നെ റീസെൻ്റ് ആയിട്ട് ഒരു ഇൻസിഡന്റ് കലോത്സവത്തിൽ ഉണ്ടായത് അറിയാൻ സാധിച്ചതെന്ന് വെച്ചാൽ അവിടെ ഒരു കുട്ടിക്ക് ചെറിയൊരു ഫീവർ എന്തോ ഉണ്ടായപ്പോൾ അതിന് വേണ്ടത്ര പെർഫോം ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ആ ടീച്ചേഴ്സൊക്കെ ആകെ വറീഡായി, ടെൻഷനായി. അവർ പറഞ്ഞു ഇനിയൊന്നും ചാൻസ് ഇല്ല ഒക്കെ പോയി എന്നുള്ള രീതിയിൽ അവരൊക്കെ അവിടെ സ്റ്റേജിൽ പോലും നിൽക്കാതെ മറ്റ് ഇനങ്ങൾ കൂടി കാണാതെ പോവുക ചെയ്ത്. അതിനപ്പുറമുള്ള പെർഫോമൻസ് ഒക്കെ നന്നായിരിക്കും എന്നുള്ളത് ഉറപ്പാണെന്നുള്ള രീതിയിൽ ഒരു പ്രീ കാൽക്കുലേഷനോട് പ്രീ ജഡ്ജ്മെൻറ്റോടുകൂടി അവരവിടുന്ന് വേദി വിടുകയും പിന്നീട് അതിൻ്റെ റിസൾട്ട് അനൗൺസ് ചെയ്യുമ്പോൾ ഈ കുട്ടിക്ക് തന്നെ ഫസ്റ്റ് പ്രൈസ് കിട്ടുകയും എന്നിട്ടപ്പോൾ മാറ്റി എല്ലാവരോടും ഭയങ്കര സന്തോഷമായിട്ടൊക്കെ പറയും. അപ്പോൾ ആ സന്തോഷമായി പറഞ്ഞെങ്കിലും ആ കുറച്ച് സമയം ആ ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പ് ആ കുട്ടിക്ക് ഉണ്ടായിട്ടുള്ള ആ ക്ഷതം ഉണ്ടല്ലോ, അത് പെട്ടെന്ന് ഒരിക്കലും ഒരു സന്തോഷവാക്ക് പറഞ്ഞാൽ മാഞ്ഞു പോകുന്ന കാര്യമല്ല. മനസ്സിലായി? ഞാൻ കുറേ വഴക്ക് പറഞ്ഞു, കുറേ ശകാരിച്ചു, നിങ്ങളെ ഏറ്റവും ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ ഞാൻ പണികൾ ഒപ്പിച്ചു, എന്നിട്ട് ഞാൻ പിന്നൊരു സോറിയോടോ ക്ഷമിക്കാനോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ സോറി എന്ന് പറയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്താൽ പോലും നിങ്ങൾ ആ മനസ്സിലുണ്ടാക്കിയ വ്രണം ഉണ്ടല്ലോ അത് പെട്ടെന്ന് അങ്ങ് മാറിക്കൊള്ളുന്നില്ല. കാരണം നിങ്ങൾക്ക് അത്രയും നിങ്ങൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത വേർഡ്സ് ഒക്കെ ആയിരിക്കും ഞാൻ ചിലപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് യൂസ് ചെയ്യുമ്പോൾ ഞാനും കുറച്ച് ശ്രദ്ധിക്കണം. മനസ്സിലായി? അത് പൂർണ്ണമായിട്ട് അറിയാതെ എന്നിട്ട് ഞാൻ പിന്നെ സോറി പറഞ്ഞാൽ ഓക്കെ സോറി, ഓക്കെ ഞാൻ എൻ്റെ മനസ്സിനെ സമ്മതിച്ചു, എനിക്ക് തെറ്റുപറ്റിയെന്ന് ഞാനും സമ്മതിച്ചു, നിങ്ങൾ സമ്മതിച്ചു. പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുള്ള ആ ക്ഷതം, ആ ആഘാതം പെട്ടെന്ന് അങ്ങ് മാറിക്കൊണ്ടില്ല. അപ്പം അത്തരം സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാതിരിക്കാൻ, ഉണ്ടാക്കാതിരിക്കാൻ നമ്മൾ പലപ്പോഴും ശ്രമിക്കണം. പ്രത്യേകിച്ച് ടീച്ചേഴ്സ് അവരുടെ നല്ല മോട്ടിവേഷനും നല്ല സംസാരങ്ങളൊക്കെയാണ് കുട്ടികളെ നോട്ട് ചെയ്യുക. ഇനി പിന്നെ അവർ നല്ലൊരു ലെവലിലെത്തിക്കഴിഞ്ഞാൽ അവർ ഓർക്കും പണ്ട് എനിക്ക് സ്കൂൾ കലോത്സവത്തിൽ പോയപ്പോൾ ഒരു ഫോൾട്ട് വന്നപ്പോൾ ടീച്ചർ എന്നെ അത് കവർ ചെയ്തെന്നതും ഒക്കെ ആയിട്ടും അവർ റിയലൈസ് ചെയ്യുന്നത്. അങ്ങനെ ആയിരിക്കണം ഒരു ഗുഡ് ടീച്ചർ. അല്ലാത്തവർ ഈ പരിപാടിക്ക് ഏറ്റെടുക്കരുത്. കാരണം അങ്ങനെയുള്ള കപ്പാസിറ്റി എല്ലാവർക്കും എല്ലാ കപ്പാസിറ്റി ഉണ്ടായിക്കൊണ്ടെന്നില്ല. അങ്ങനെയുള്ള ആളുകളെ സെലക്ട് ചെയ്തിട്ടായിരിക്കണം ഇത്തരം കാര്യങ്ങൾക്കൊക്കെ പറഞ്ഞേക്കേണ്ടെന്ന് എല്ലാ സ്കൂൾ ഹെഡ്സും പ്രിൻസിപ്പൽമാരും ശ്രദ്ധിക്കണം. ടീച്ചേഴ്സ് അതിൻ്റെ പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കണം. പേരൻസ് ആണെങ്കിൽ ഓവർ സ്ട്രെസ്ഡ് ആവരുത്. കുട്ടികൾക്ക് ഉണ്ടാകുന്ന ആ സ്ട്രെസ്സിനെ നമ്മൾ ഓവർകം ചെയ്യാൻ നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം. നമ്മളെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ടും എല്ലാം കൊടുക്കണം. അങ്ങനെ മുന്നോട്ട് പോയാൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ നമുക്ക് കുറേ അവോയ്ഡ് ചെയ്യാൻ പറ്റും. മറ്റേ കുട്ടികളൊക്കെ പലതരത്തിലും ഡിപ്രസ്ഡ് ആയിട്ടും പല കാട്ടിക്കൂട്ടലുകളൊക്കെ ചെയ്തിട്ടും വേണ്ടാത്ത ചിന്തകളൊക്കെ ചെയ്തിട്ട് അവർ എക്സ്പെക്റ്റേഷൻസ് ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. അതൊന്ന് അവോയ്ഡ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പം ടീച്ചേഴ്സാണ് കുട്ടികളുടെ മാലാഖ, കുട്ടികളുടെ ഏഞ്ചൽ എന്ന് പറയുന്ന ടീച്ചേഴ്സാണ്. അപ്പൊ നിങ്ങൾ സംസാരിക്കുമ്പം വളരെ ശ്രദ്ധിക്കുക, 1000 വട്ടം ചിന്തിക്കുക. നിങ്ങളുടെ ഓരോ വാക്കും നേരെ ചെന്ന് പതിക്കുന്നത് ആ കുട്ടികളുടെ മനസ്സിലാണ്. അതുകൊണ്ട് തന്നെ തിങ്ക് ബിഫോർ യു ടോക്ക്. അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. Till then, this is me, Shivani, signing off. Bye bye.